അലക്സ്, അതുപോലെ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം തന്നെ നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷം നേതൃമാറ്റം വേണമെന്നുള്ളൊരു ആവശ്യം അത് മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ താഴേക്കിടയിലുള്ള നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഒക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നപ്പോഴൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ കെ എൻ ബാലഗോപാലിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് ഒരു ആശ്ചര്യമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി ഇല്ല, അദ്ദേഹം തന്നെ മതി, പിണറായി വിജയൻ തന്നെ മതി എന്നുള്ളൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. പക്ഷേ അത് ഏകകണ്ഠമായി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് വലിയൊരു അതിശയമുള്ളത്. അമൃത, തീർച്ചയായും പാർട്ടിയുടെ തീരുമാനം അങ്ങനെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ എൻ ബാലഗോപാലിന്റെ പേര് പരിഗണിച്ചിരുന്നു. അതല്ലാതെ മുതിർന്ന നേതാക്കളുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കളുണ്ട്, അതുപോലെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. പക്ഷേ മറ്റാരെങ്കിലും, പ്രത്യേകിച്ച് റിയാസിനെയൊക്കെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ അത് വലിയ രീതിയിൽ അത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. നേരത്തെ നിലവിൽ തന്നെ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ പിണറായി വിജയനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല അത്തരം ചർച്ചകൾ പാടെ അവഗണിച്ചുകൊണ്ട് ഈ 102 സീറ്റോടുകൂടി അധികാരത്തിലെത്തിയ ഐക്യജനാധിപത്യ മുന്നണി UDF സർക്കാരിനെ അത് ആ വിധത്തിൽ തന്നെ കാര്യകാരണങ്ങൾ സഹിതം നിയമസഭയിൽ എതിർക്കണമെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വേണം എന്ന ബോധ്യമാണ് CPM ഇതിലേക്ക് നയിച്ചതെന്നാണ് അവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പേരിലേക്ക് തൽക്കാലം ആലോചിക്കേണ്ടതില്ല, പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയായിരുന്നു. അതിന് ഐകകണ്ഠേന തന്നെ അവർ സമ്മതം മൂളുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സംസ്ഥാന സമിതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ നേരത്തെ അദ്ദേഹം ഈ തൊട്ടടുത്ത് തന്നെ ബേക്കർ ജംഗ്ഷനോട് അടുത്ത് തന്നെ വാടക വീടൊക്കെ എടുത്ത് മാറിയിരുന്നു. അപ്പോൾ ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു, ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹം പിന്മാറുമോ അല്ലെങ്കിൽ അദ്ദേഹം അല്ലേ മറ്റൊരാളെ പരിഗണിക്കുമോ എന്നൊക്കെയുള്ള സാധ്യതകൾ ആലോചനയിലുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കുമെന്ന് CPM ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി നിയമസഭയിൽ പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള നേർക്കുനേർ പോര് നമുക്ക് കാണാം. അലക്സ, ഈ ഒരു പൊസിഷനിലേക്ക് പിണറായി വിജയൻ ആദ്യമായിട്ടാണ് പൊതുവെ മുഖ്യമന്ത്രി നിലയിൽ കണ്ട ഒരു ശരീരഭാഷ അത് അങ്ങനെ തന്നെ പ്രതിപക്ഷ നേതാവിലേക്ക് നമ്മൾ പൊതുവെ കാണാറില്ല. പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആകുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറ്. പ്രതിപക്ഷ നേതാവ് എന്ന കണക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും വലിയ ആശ്ചര്യമാണ്, ഉദ്യോഗം നിറഞ്ഞാണ്. അലക്സ്, സുഹേല മുൻപ് മന്ത്രിയായിട്ടുണ്ട് പിണറായി വിജയൻ 2 തവണ. അതിനുശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കഴിഞ്ഞ 2 തവണയായി മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഒരു തുടർഭരണം ഉണ്ടാക്കിയ സർക്കാരാണ്. അങ്ങനെ 10 വർഷം ഭരിച്ചതിന് ശേഷമാണ് ജനങ്ങൾ വലിയ തോൽവി LDFന് നൽകുന്നതും അങ്ങനെ LDF സർക്കാർ പുറത്തു പോകുന്നതും തുടർന്ന് UDF സർക്കാർ അധികാരത്തിൽ വരുന്നതും. അങ്ങനെ ആദ്യമായി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് 35 LDFന്റെ അംഗബലം, നിയമസഭയ്ക്കുള്ള അംഗബലം. 102 അംഗങ്ങളുള്ള ഭരണപക്ഷത്തെ എങ്ങനെ എതിർക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ സ്വാഭാവികം നമുക്കറിയാം, അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിലവിൽ 10 വർഷത്തെ ഭരിച്ച ഭരണപരിചയം അദ്ദേഹത്തിനുണ്ട്. അതുമാത്രമല്ല നിലവിലെ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കൃത്യമായ അവഗാഹം പിണറായി വിജയനുണ്ട്. സ്വാഭാവികമായി അതിൻ്റെ തുടർ സർക്കാർ എന്ന നിലയ്ക്ക് വരുന്ന സർക്കാരിനെ, ഈ VD സതീശൻ സർക്കാരിനെ കൃത്യമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് എതിർക്കാൻ പിണറായി വിജയന് കഴിയും. അത് ഓരോ കാര്യങ്ങളിലും കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ സാധിക്കുക പിണറായി വിജയനാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്താണ് അദ്ദേഹത്തിന് ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. മാത്രമല്ല അഗ്രസീവായ ഒരു നിര ഒപ്പോസിഷനിൽ ഉണ്ടാവണം, പ്രതിപക്ഷത്തുണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കണ്ട ശരീരഭാഷയായിരിക്കില്ല ഒരു പക്ഷേ പിണറായി വിജയൻ എന്നുള്ള പ്രതിപക്ഷ നേതാവിന് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത്. ആ പ്രതിപക്ഷത്തെ ഒന്നാകെ നയിക്കേണ്ടതാണ്. അത് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ആ ശക്തി പ്രകടിപ്പിക്കേണ്ടത് പോലും പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളവർ അതിന് പിന്തുണ നൽകുമെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അതിൻ്റെ ശക്തി നൽകേണ്ടതും അത് ആ തരത്തിൽ പ്രകടിപ്പിക്കേണ്ടതും പിണറായി വിജയനാണ്. ആ തരത്തിലുള്ള ശരീരഭാഷയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം നിയമസഭയ്ക്കുള്ളിൽ സ്വീകരിക്കുക. എന്താണെങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എത്തുന്നു. സഭാ സമ്മേളനം കൂടുന്ന കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും നിയമസഭ കൂടുന്നത് എപ്പോഴാണെന്ന് തീരുമാനിക്കുക. MLA-മാരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകുക. അതിനും ശേഷമായിരിക്കും ആദ്യ ബജറ്റ് അവതരിപ്പിക്കാനുള്ള സഭാ സമ്മേളനം ഉണ്ടാകുക. ആ ഘട്ടത്തിൽ നമുക്ക് കാണാം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയന്റെ സമീപനം എങ്ങനെയാണ് എന്നുള്ളത് സഭയ്ക്കുള്ളിൽ കാണാം എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. അവർ ആ തരത്തിലുള്ള ആവേശം അവരും വെച്ച് പുറത്തുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ UDF ക്യാമ്പിൽ കണ്ട ആവേശം പോലെ തന്നെ LDF ക്യാമ്പിലും പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങളിൽ വലിയ ആവേശമുണ്ട്. അവർക്ക് പിണറായി വിജയൻ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അവർ ആവേശത്തോടെ സ്വീകരിക്കുന്നത് കാണുന്നുണ്ട്. സുഹൈൽ.
ഇനി അലക്സാണ് ഇവർ നൽകിയത്. അമൃത ഈ പറഞ്ഞതുപോലെ തന്നെ ഭരണപക്ഷത്തിന്റെ മികവിനോടൊപ്പം തന്നെ ജനങ്ങൾ പ്രതിപക്ഷത്തിന് കൂടി വിലയിരുത്തും. പ്രത്യേകിച്ച് 35 സീറ്റുകൾ മാത്രമുള്ള, അതായത് അംഗബലം വളരെ കുറഞ്ഞ പ്രതിപക്ഷം എങ്ങനെയൊക്കെ ഭരണപക്ഷത്തെ ഡിഫെൻഡ് ചെയ്യും? പ്രത്യേകിച്ച് 10 വർഷം ഭരിച്ച സർക്കാരായതുകൊണ്ട് ഭരണപക്ഷം ഏതൊരു വിമർശനം തുടങ്ങുമ്പോഴും ഏതൊരു പ്രശ്നം ആരംഭിക്കുമ്പോഴും 10 വർഷത്തെ ഇടത് ഭരണത്തെ ചൂണ്ടിക്കാണിച്ച് അത് ഉയർത്തിക്കൊണ്ടായിരിക്കും അവരുടെ എല്ലാ വാക്യങ്ങളും പ്രസ്താവന തുടങ്ങുക എന്ന കാര്യം സംശയമില്ല. അതിന്റെ ഒരു തുടക്കം നേക്കാനിൽ ഇട്ടിട്ടുണ്ട്. ഖജനാവൊക്കെ കാലിയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടറിയണം എങ്ങനെയായിരിക്കും പ്രതിപക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.